ഡോക്ടറെ ഈ വണ്ണം കുറയാൻ്റെ ഭാഗമായി റീലുകൾ കണ്ടപ്പോഴേ BMR, T, കലോറി ഡെഫിസിറ്റ് എന്നൊക്കെ കണ്ടു. ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഒന്ന് ക്ലിയറാക്കി പറയാമോ ഡോക്ടറെ? അപ്പോൾ നമ്മളുടെ ശരീരത്തിന് ഓരോ കാര്യത്തിനും എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഈ BMR എന്താണെന്ന് പറയാം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ്. അതായത് നമ്മളുടെ ശരീരം ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും നമ്മൾക്ക് എനർജി ആവശ്യമുണ്ട്. അതായത് ഹൃദയം ഇടിക്കാൻ എനർജി ആവശ്യമുണ്ട്, ശ്വസനത്തിന് എനർജി ആവശ്യമുണ്ട്, ശരീരത്തിൻ്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്ന ഒരു ബേസിക് എനർജിയാണ് നമ്മൾ ഈ BMR എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഏജ്, ഹൈറ്റ്, വെയ്റ്റ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടേമാണ് TEE അഥവാ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ദിവസം നമ്മുടെ ശരീരം ചിലവാക്കുന്ന എനർജിയാണ് ഈ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഭക്ഷണം ദഹിക്കാനായിട്ട് എനർജി വേണം, നമ്മൾക്ക് നടക്കാൻ, ജോലി ചെയ്യാൻ, ഇതിനൊക്കെ എനർജി വേണം. അപ്പം നമ്മളുടെ BMRൻ്റെ കൂടെ ഈ എനർജി എല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു എനർജീനെയാണ് നമ്മൾ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ അഥവാ TEE നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജീനെക്കാളും കുറവാണെങ്കിൽ നമുക്ക് വണ്ണം കുറയും, കൂടുതലാണെങ്കിൽ വണ്ണം കൂടും. അപ്പോൾ കുറവാണെങ്കിൽ അതൊരു ഡെഫിസിറ്റാണ്. അതായത് ഒരു ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എനർജി TEEനെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് വെയിറ്റ് വയ്ക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എനർജി TEEനെക്കാളും കുറവാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും. അഥവാ അവിടെ ഒരു ഡെഫിസിറ്റ് വരുന്നു, അപ്പോൾ വെയിറ്റ് കുറയുന്നു. ഈ ഒരു ഡെഫിസിറ്റിനെയാണ് നമ്മൾ കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആണോ?